Hi, hello. Once again, welcome back to my channel. ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള യൂണിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പരിചയപ്പെടുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടും എല്ലാം പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. ഈ ഒരു റെസിപ്പി നമ്മുടെ കുഴക്കട്ടയുടെയൊക്കെ ഒരു മോഡേൺ വെർഷനാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി കണ്ടിട്ട് ഇതിന് അനുയോജ്യമായിട്ടുള്ളൊരു പേര് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് ബസുമതി റൈസ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് കുതിരാനായി വെക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയിലാണ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പം നമുക്ക് 1 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ കൂടി ചേർക്കാം. നമ്മൾ ഈ ഓയിൽ ചേർക്കുന്നത് നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആവാനാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡോ തയ്യാറാക്കാനായി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ ഉപയോഗിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഡോ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്താണ് ഞാൻ ഈ ഡോ നീഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഡോ നല്ലതുപോലെ സ്മൂത്തായിട്ട് ഞാൻ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മളിത് കൈ കൊണ്ട് തൊടുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കണം. ആ ഒരു സോഫ്റ്റ്നെസ് വേണം നമ്മുടെ ഡോയ്ക്ക്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂണോളം ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജീരകം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. പിന്നീട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി നല്ലതുപോലെ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതാണ്. നമ്മുടെ ഈ വെജിറ്റബിൾ ഫില്ലിങ്സിന് പകരം നോൺ വെജിൻ്റെ ഫില്ലിങ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളൊക്കെ നല്ലതുപോലെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂണോളം ചാട്ട് മസാലയാണ്.
ചാറ്റ് മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന ഒരു പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊട്ടറ്റോയും നമ്മുടെ വെജിറ്റബിൾസും എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ നാരങ്ങാനീര് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഫില്ലിങ്സിന് കിട്ടുന്നത്. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ലെസ് ഓയിലി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ തയ്യാറായി. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഫില്ലിങ്സ് ഇവിടെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളായിട്ടാണ് നമ്മൾ ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ കോട്ടിങ്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഡോയിലാണ് കോട്ടിങ്സ് തയ്യാറാക്കുന്നത്. നമുക്ക് കൈ കുറച്ച് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ഒന്ന് എടുക്കണം. ഇതുപോലെ ചെറിയ ബോളായി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നമുക്കൊന്ന് പരത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ്സ് വെച്ച് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കവർ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് എല്ലാ ഫില്ലിങ്സും ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ കുതിരാനായി വെച്ചിരുന്ന ബസുമതി റൈസിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ബസുമതി റൈസിലെ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് സ്ട്രെയിൻ ഔട്ട് ചെയ്ത് കളയണം. ഇതുപോലെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ഇതിലെ വെള്ളമെല്ലാം കളയാം. അതിനുശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബോൾസുകൾ ഈ ഒരു റൈസിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്ത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ റോൾ ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റീമറിൽ വെച്ച് അരമണിക്കൂർ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമറിന് പകരം നമുക്ക് ഇഡ്ഡലി ചെമ്പിലായാലും നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ നമ്മുടെ ബസുമതി റൈസ് 1 മണിക്കൂർ നേരം സോക്ക് ചെയ്യാനും അതുപോലെ തന്നെ അരമണിക്കൂർ നേരം ഇത് സ്റ്റീം ചെയ്തെടുക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മുടെ ബസുമതി റൈസ് നല്ലതുപോലെ വേവുകയുള്ളൂ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ യൂണിക് ആയിട്ടുള്ള അമേസിംഗ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല 4 മണി പലഹാരമായിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്തൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.